ഇന്ന് നമുക്കൊരു അടിപൊളി പുട്ടായാലോ? അതെ, മത്തങ്ങ വെച്ചിട്ട് അത് ഓട്സ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ട് കണ്ടാലോ? അതിന് വേണ്ടി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത മത്തങ്ങ എടുക്കുക, അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഓട്സിലെ അത് ഏത് ഓട്സ് ആയാലും മതി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും, ഓവറായിട്ട് ഉള്ള പൗഡർ വേണ്ട. എന്നിട്ട് നമ്മളതൊന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മത്തങ്ങ ഉണ്ടല്ലോ, ആ ഒരു മത്തങ്ങ കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിപ്പം അത്യാവശ്യം നല്ല കനത്തിൽ തന്നെയുള്ള മത്തങ്ങയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതിലും ചെറുതായിട്ട് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ആദ്യം നിങ്ങൾ പൊടിച്ചെടുത്തിട്ടില്ലേ ഓട്സ്, ആ ഒരു രീതിയിൽ ഇല്ലെങ്കിലും ഈ ഒരു ടൈമിലായാലും ഇതും നമ്മുടെ നോർമൽ ഓട്സ് കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സിയിലാക്കി ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്താലും മതി. അതല്ല നിങ്ങളുടെ കയ്യിൽ ചെറിയ രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് മിക്സിയിലിടേണ്ട കാര്യമില്ല, ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തിരുന്നാൽ മാത്രം മതിയാകും. എൻ്റെ ആണെങ്കിൽ ഇപ്പം അത്യാവശ്യം വലിയ രീതിയിലാണ് മത്തങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തത്, അതുകൊണ്ട് ഞാനൊന്നൊന്ന് മിക്സിയിലാക്കി ഒന്നൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ നമുക്കിത് കിട്ടും. പിന്നെ നിങ്ങളിതിൽ വെള്ളമൊന്നും ചേർക്കരുത്, വെള്ളത്തിൻ്റെ ഒരു ആവശ്യവുമില്ല. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു കറിയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടി നമ്മൾ ഈ ഒരു തുമരപ്പയർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് സവാള, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ പുളിക്ക് വേണ്ടി കുറച്ച് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് മസാലാസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും മതിയാകും. ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഇട്ടതുകൊണ്ട് ഇതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ നോർമലി ഡാൽ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ആയാൽ മതിയാകും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചതിന് ശേഷം നിങ്ങൾക്കിതിലേക്ക് താളിച്ച് ഒഴിക്കാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി താളിച്ചൊഴിക്കുക. അതല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് നോർമലി കടുവൊക്കെ താളിച്ചൊഴിച്ചാലും മതിയാകും. പിന്നെ അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയാലോ? അതിന് പുട്ടിന് വേണ്ടി നമ്മൾ നോർമലി പുട്ട് പുഴുങ്ങുന്ന കൂട്ട് തന്നെ സെറ്റ് ചെയ്ത് എടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഇതിൽ ചേർക്കുകയോ ചെയ്യരുത്. പിന്നെ മത്തങ്ങ ശ്രദ്ധിക്കുക, മത്തങ്ങ നല്ല സ്മാൾ പീസസ് ആയിട്ടാണ് നിങ്ങൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ പിന്നെ അത് മിക്സിയിലിട്ട് ഒന്നുകൂടെ കറക്കിയെടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ മാത്രം കറക്കിയെടുത്താൽ മതിയാകും. അപ്പം നമുക്ക് ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഒന്ന് പൊടിഞ്ഞ് പോയിട്ടുണ്ട്, പക്ഷേ എന്നും പറഞ്ഞാൽ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഓട്സും മത്തങ്ങയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടപ്പോൾ പൊടിഞ്ഞു പോയത്. അതൊന്നും വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക്